അതായത് ഇവരെ രണ്ടുപേരുടെയും പൂർവാശ്രമം ഒന്ന് എടുത്തു നോക്കുക. രാമസിംഹൻ എന്ന് പറയുന്ന വ്യക്തി എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹം മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ സംവിധായകനാണ്. അലി അക്ബർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് രാമസിംഹനായി മാറി അദ്ദേഹം ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വന്നതെന്ന് അടിവരയിട്ട് പറയാണ്. കാര്യം എല്ലാവരും ഹിന്ദുക്കളായിട്ട് തന്നെയാണ് ജനിച്ചത്. ഭാരതത്തിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളായിട്ടാണ് ജനിച്ചത്. ഹിന്ദു മതത്തിലേക്ക് മടങ്ങി വന്നത്. അതുപോലെ മാർഗദർശക മണ്ഡലം എന്ന് പറയുന്ന സന്യാസിമാരുടെ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് സ്വാമി സരസ്വതിഭാനന്ദ സരസ്വതി. അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ നാമം മറ്റു പലർക്കും വളരെ വ്യാപകമായിട്ട് അറിയാൻ കഴിയില്ല. സതീഷ് പോൾ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അച്ഛൻ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനായിരുന്നു. അപ്പൊ ഈ രണ്ടുപേരും ഇതിൽ വളരെ ഒരു എന്താ പറയുക, ഇന്നത്തെ ചർച്ചയ്ക്ക് ഏറ്റവും സ്വാർത്ഥകമായ ഒരു കാര്യം ഇതാണ്. കാര്യം അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം അയ്യപ്പന് ജാതി മത വർണ്ണ വർഗ വ്യത്യാസം ഒന്നുമില്ല. അയ്യപ്പ വിശ്വാസിയായിരിക്കണം. ശബരിമല ധർമ്മശാസ്താവിനെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളായിരിക്കണം അവിടെ എത്തേണ്ടത്. ഇന്ന് ഈ ചർച്ചയിൽ വളരെ എന്തൊരു യാദൃച്ഛികമാണത്. കാര്യം അലി അക്ബർ എന്ന് പറയുന്ന രാമസിംഹനും സതീഷ് പോൾ എന്ന് പറയുന്ന സ്വാമി സരസ്വതിഭാനന്ദ സരസ്വതിയുമാണ് ഇന്ന് ചർച്ചയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്നത്. കാര്യം കുറെ കാലമായിട്ട് നമ്മളെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. കാര്യം മറ്റ് ജാതി വ്യവസ്ഥകൾക്കെല്ലാം അല്ലെങ്കിൽ മതവ്യവസ്ഥകൾക്കെല്ലാം അവർക്ക് അവരുടേതായ ആരാധന സമ്പ്രദായമുണ്ട്. ഇപ്പോ രാമസിംഹൻജി പറഞ്ഞതുപോലെ ഈ ഇസ്ലാമിക സമ്പ്രദായത്തിൽ അവർക്ക് അവരുടേതായ അവർ ഏകദൈവ വിശ്വാസികളാണ്. അവരൊരിക്കലും നമ്മളെ എന്താ പറയാ നമ്മളെ ഒരിക്കലും അവര് അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഉള്ള ഒരാൾക്കാരാണ് ശബരിമലയിൽ സന്നിധാനത്ത് പോയിരുന്നിട്ട് അവിടെ ഹിന്ദുക്കളായി വരുന്ന അല്ലെങ്കിൽ ശബരിമല വിശ്വാസികളായ അയ്യപ്പ വിശ്വാസികളായി വരുന്നവർക്ക് ഭസ്മം പ്രസാദമായി നൽകുന്നത്. ഈ രാമസിംഹൻജി പറയട്ടെ, അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലുള്ള മതത്തിൽ ഈ ഭസ്മം എന്ന് പറയുന്ന സംഭവം അവർ കൊടുക്കുമോ? കൊടുക്കില്ല. അവരംഗീകരിക്കില്ല അതിനെ. അതായത് 1950 കാലഘട്ടത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ തീവെപ്പ് നടന്നു. തീവെപ്പ് നടക്കുന്നതിന് മുമ്പ് ശബരിമലയിൽ മാളികപ്പുറത്ത് ബാബുര ക്ഷേത്രമുണ്ടായിരുന്നു. ബാബുരൻ എന്ന് പറയുന്നത് ഒരു ശിവഭൂതമായിരുന്നു. അവിടെ കടുത്തസ്വാമിയുണ്ട്, കറുപ്പസ്വാമിയുണ്ട്, കർപ്പായമ്മയുണ്ട്, കൊച്ചുകടുത്തയുണ്ട്, അങ്ങനെ പല ശിവഭൂതങ്ങളുണ്ട്. കാര്യം ഈ ഭൂതനാഥനാണ് അയ്യപ്പൻ. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. അതാണ് ഭഗവാന്റെ മൂലമന്ത്രം. ഭൂതങ്ങളുടെ നാഥനാണ്. ശിവഭൂതങ്ങൾ, അതായത് അയ്യപ്പൻ എന്ന് പറയുന്ന ശിവ വൈഷ്ണവ സംയോഗത്തിൽ പിറന്ന ആളാണ് ധർമ്മശാസ്താവ്. അപ്പൊ ഭൂതനാഥനാണ്. ആ ഭൂതനാഥനായ അദ്ദേഹത്തിന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ട ഒരു ഭൂതഗണമായിരുന്നു ബാബുരൻ. ആ ബാബുരനെ ശബരിമല തീവെപ്പ് നടന്നതിന് ശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുന്നതോടുകൂടി ആ ബാബുരനെ വാവരാക്കി മാറ്റി. അയ്യപ്പസ്വാമിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാം മതം പോലും ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെയാണ് ബാബർ? ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാം മതത്തിൽ എല്ലാ കാലഘട്ടത്തിലും ആ പ്രധാന ആൾക്കാരുടെ പേരുകളാണ് അടുത്ത തലമുറയ്ക്ക് നൽകുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ രാമസിംഹന്റെ അദ്ദേഹത്തിന്റെ അലി അക്ബർ പോലും ആ ഇസ്ലാം മതത്തിലുള്ള പഴയ പുരോഹിതന്മാരുടെ പേരുകളാണ്. അതുപോലെ പല പേരുകൾ. എന്തുകൊണ്ട് വാവർ എന്നൊരു പേര് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസിക്ക് വാവർ എന്നുള്ള പേരുണ്ടോ? ഒരാളിനെ കാണിച്ചു തരാമോ? നിങ്ങൾ വാവർ എന്ന പേരുള്ള ഒരു ഇസ്ലാമിനെ നിങ്ങൾ കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റും? കാണിച്ചു തരാൻ പറ്റില്ല. കാരണം വാവർ എന്ന് പറയുന്നത് ഇറ്റ്സ് ടോട്ടലി ഫേക്ക്. അങ്ങനൊരു സംഭവമില്ല. പിന്നെ വാവര് പള്ളി, ഇപ്പം രാമസിംഹൻജി പറഞ്ഞു വാവര് നട പറഞ്ഞു, അത് വാവര് പള്ളിയായി മാറി എന്ന് പറഞ്ഞു. അത് വാവര് പള്ളിയല്ല, അത് നൈനാൻ മസ്ജിദ് ആണ് എന്റെ പേര്. വാവര് പള്ളിയേ അല്ലത്. അപ്പൊ ഇത് പാവപ്പെട്ട അയ്യപ്പന്മാരെ പറ്റിക്കാൻ ഉണ്ടാക്കിയിരിക്കുക ഒരു കുടില തന്ത്രമാണ്. അതിനെതിരെയാണ് വിശ്വഹിന്ദു പരിഷത്ത് ഇപ്പം വളരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. കാര്യം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവര് എല്ലാരെയും ഒന്നിച്ചു ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. കാര്യം ഹിന്ദുക്കൾ മാത്രമേ പറയുള്ളൂ ലോക സമസ്ത സുഖിനോ ഭവന്തു.
ഹിന്ദു സമസ്ത സുഖിനോ ഭവന്തു എന്ന് ഹിന്ദുക്കൾ പറഞ്ഞിട്ടില്ല. ഭാരത സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തെ എല്ലാ മതസ്ഥരും, എല്ലാ മൃഗ എന്താ പറയാ, ഈ എല്ലാരും ചേർന്ന പ്രകൃതിയും എല്ലാരും ചേർന്ന ഒരു സമൂഹമാണ് ഹിന്ദുക്കൾ അന്നും ഇന്നും എന്നും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഹിന്ദുക്കളെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു വലിയ ഒരു ഉദാത്തമായ ചിന്താഗതിയെ ഏറ്റവും രീതിയിൽ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് കടന്നു വന്ന ഒരു രൂപമാണ് ബാബർ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹിന്ദുക്കൾ മനസ്സിലാക്കണം. കാര്യം ശബരിമലയിൽ എത്തുന്ന ഹിന്ദുക്കൾ 41 ദിവസം മണ്ഡല വ്രതമെടുത്ത് വ്രതധാരികളായി പൂർണ്ണമായും അയ്യപ്പസ്വാമിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച്, ശബരിമലയിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഞാനും അയ്യപ്പൻ നീയും അയ്യപ്പൻ. കാര്യം നമ്മൾ ഏത് അമ്പലത്തിൽ പോയാലും ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടുത്തെ പൂജാരിയെ നമ്മൾ തൊട്ടാൽ അവർക്ക് തീണ്ടലായി. പിന്നെ അവർ കുളിച്ചിട്ട് വേണം ക്ഷേത്രത്തിൽ കയറാൻ. ശബരിമലയിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് തന്ത്രിയെ തൊടാം, മേൽശാന്തിയെ തൊടാം, ഒരു പ്രശ്നവുമില്ല. കാരണം അവിടെ വരുന്ന ആളും അയ്യപ്പനാണ്, അവിടെ പൂജ ചെയ്യുന്ന ആളും അയ്യപ്പനാണ്, അകത്തിരിക്കുന്ന ആളും അയ്യപ്പനാണ്. അപ്പം തത്വമസി, എല്ലാം ഒന്നാണ്. അങ്ങനെ ഒരു വളരെ അപൂർവമായ ഒരു സങ്കല്പമാണ് ശബരിമലയിലുള്ളത്. ആ ശബരിമലയെ, ആ ഒരു സങ്കല്പത്തെ വികലമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനം. ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ഇതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് സ്വാമിജി പറഞ്ഞൊരു കാര്യവും രാമസിംഹജി പറഞ്ഞ കാര്യവും. കാര്യം ഇത് പലപ്പോഴും ഈ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, കേരളത്തിലുള്ള എനിക്ക് തോന്നുന്ന ഒരു 80% ആൾക്കാരും ഇന്ന് ഈ ബാബരി പള്ളിയിൽ കയറാറില്ല. അവർക്കറിയാം. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും, ആന്ധ്രയിൽ നിന്നും, കർണാടകയിൽ നിന്നും, മഹാരാഷ്ട്രയിൽ നിന്നും, മറ്റ് ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, ഭാരതത്തിന് പുറത്തുനിന്നും വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ഒരു വ്യക്തമായ രൂപമില്ല. അപ്പൊ പലരും പറയുന്നത് കേട്ടിട്ടും ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗൂഗിളിലൊക്കെ കണ്ടിട്ട് കയറി വരുന്ന ആൾക്കാരാണ്. അവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണയില്ല. അപ്പൊ അതുകൊണ്ട് സ്വാമിജി പറഞ്ഞതുപോലെയും ഈ രാമസിംഹൻജി പറഞ്ഞതുപോലെയും എന്താണ് ബാബുരൻ, എന്താണ് ബാബർ എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ എരുമേലിയിൽ ശക്തമായ ഒരു ബാബുര ക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹം. അതിനു വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. ലോകമാകമാനമുള്ള എല്ലാ ഹിന്ദുക്കളും, എല്ലാ അയ്യപ്പ വിശ്വാസികളും, ഞാൻ ഹിന്ദുക്കൾ എന്ന് പറയുന്നില്ല, അയ്യപ്പ വിശ്വാസികൾ, ആർക്കും അയ്യപ്പനെ വിശ്വസിക്കാം, ഇസ്ലാം മതത്തിലുള്ളവർക്ക് വിശ്വസിക്കാം, ക്രൈസ്തവ മതത്തിലുള്ളവർക്ക് വിശ്വസിക്കാം. അയ്യപ്പ വിശ്വാസികളായ എല്ലാവരും ഇതിനു വേണ്ടി ഒന്നു ചേരണം. നമുക്കൊരു ബാബുര ക്ഷേത്രം, ഞാൻ പറയുന്ന എരുമേലിയിൽ മാത്രമല്ല, അടുത്ത നിലയ്ക്കലും പമ്പയിലും ശബരിമലയിൽ ബാബുര ക്ഷേത്രം പുനഃസ്ഥാപിക്കണം. കഴിഞ്ഞ 3 അവിടെ നടന്ന ദേവപ്രശ്നങ്ങളിൽ വ്യക്തമായി തെളിഞ്ഞിട്ടുണ്ട് ബാബർ എന്ന് പറയുന്ന സംഭവത്തിന് ശബരിമല അയ്യപ്പനുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന്. ബാബര സ്ഥാനം ശബരിമലയിൽ നിന്ന് പൊളിച്ചു നീക്കണമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാണ്. പക്ഷെ ഇന്നത്തെ ദേവസ്വം ബോർഡിന് അതിനുള്ള നട്ടല്ലില്ല. ഇന്നത്തെ ഈ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആ ഭരിക്കുന്നവർക്ക് അവർക്ക് ഇസ്ലാമിനെ പിന്താങ്ങിയാലേ, പ്രീണിപ്പിച്ചാലേ നിലനിൽപ്പുള്ളൂ. ഇന്ന് ഹിന്ദുക്കളെ മാത്രമാണ് കുതിര കയറാൻ പറ്റുന്നത്. കാര്യം ഹിന്ദുക്കളിൽ ജാതി ഉപജാതിയായിട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. അവരെ ഏത് രീതിയിൽ വേണമെങ്കിലും വിഘടിപ്പിക്കാം. പക്ഷെ ഒരു ഇസ്ലാം മതവിശ്വാസിയോ ഒരു ക്രൈസ്തവ വിശ്വാസിയോ വേദനിപ്പിച്ചാൽ അവർ വിവരമറിയും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ CPM ആയാലും കോൺഗ്രസ് ആയാലും മറ്റ് ഏത് പ്രസ്ഥാനങ്ങളായാലും അവർ ഹിന്ദുവിന്റെ മേൽ കുതിര കയറും. പക്ഷെ ഇസ്ലാം മതവിശ്വാസിയുടെ പേരിലോ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസികളുടെ പേരിലോ കുതിര കയറില്ല. ക്രൈസ്തവരിൽ ഒരുപാട് ഉപജാതികളുണ്ട്, ഇസ്ലാം മതത്തിലുണ്ട് പല പല വിഭാഗങ്ങൾ. പക്ഷെ ഒരു വിഷയം വരുമ്പോൾ, ഒരു എല്ലാവർക്കും ചേർന്നൊരു വിഷയം വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചു നിൽക്കും. ഹിന്ദുക്കൾ അങ്ങനെ നിൽക്കാറില്ല എന്ന് ഇവർക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ അത് തെറ്റിപ്പോയി. ശബരിമല സ്ത്രീ പ്രവേശ വിഷയം വന്നപ്പോൾ ഹിന്ദുക്കൾ എല്ലാവരും, അതില് പൊളിറ്റിക്സ് ഇല്ല, അതില് ജാതി വിഭാഗങ്ങളില്ല, എല്ലാവരും ഒന്നിച്ചു നിന്നു. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. നമ്മുടെ ഈശ്വരനപ്പുറത്ത് നമ്മുടെ സ്വന്തം ആളാണ്, നമ്മുടെ സ്വന്തം സഹോദരനാണ്, സ്വന്തം മകനാണ്, സ്വന്തം കളിക്കൂട്ടുകാരനാണ്. ആ രീതിയിലാണ് അയ്യപ്പനെ കേരളീയർ കാണുന്നത്. ഭാരതത്തെ സംബന്ധിച്ചോളം ഭാരതത്തിന്റെ ഭരദേവത എന്ന് പറയുന്നത്
ബദ്രീനാഥനാണ്. കേരളത്തിന്റെ പരദേവത എന്ന് പറയാൻ നമുക്ക് ഉറപ്പിച്ചു പറയാം, അത് ശബരിമല ധർമ്മശാസ്താവാണ്, അയ്യപ്പ സ്വാമിയാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയായ ആ ഭഗവാനാണ് കേരളത്തിന്റെ പരദേവത. ആ കേരളത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സമയത്ത് എത്തുന്ന ഒരു ക്ഷേത്രമുണ്ടെങ്കിൽ അത് ശബരിമല മാത്രമാണ്. അത് നമുക്ക് അടിവരയിട്ട് പറയാം. അപ്പൊ ശബരിമല എന്ന് പറയുന്ന ആ മഹത്തായ സന്നിധാനത്തെ, ആ അയ്യപ്പ സങ്കല്പത്തെ തകർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെയും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരന്റെയും ലക്ഷ്യം. കാര്യം അവർക്ക് വേണ്ടിയല്ല, അവരെ പിന്താങ്ങുന്ന മറ്റു ചില ഗൂഢശക്തികൾക്ക് വേണ്ടിയാണിത്. അപ്പൊ അവിടെ ഹിന്ദുക്കൾ ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാവണം. ഹിന്ദുക്കൾ മാത്രമല്ല, അയ്യപ്പ വിശ്വാസികൾ, ശബരിമലയിൽ എത്തുന്ന ഹിന്ദുക്കൾ മാത്രമല്ല, ശബരിമലയിൽ എത്തുന്ന ഇസ്ലാം വിശ്വാസികളുണ്ട്, ക്രൈസ്തവ വിശ്വാസികളുണ്ട്, ബുദ്ധമതക്കാരുണ്ട്, ജൈന മതക്കാരുണ്ട്, പല പല ആൾക്കാരും ശബരിമലയിൽ എത്തുന്നുണ്ട്. അയ്യപ്പ വിശ്വാസികളായ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അയ്യപ്പ ക്ഷേത്രത്തെ, ശബരിമല ക്ഷേത്രത്തെ സംരക്ഷിക്കണം. ഈ വാവരെന്ന് പറയുന്ന സങ്കല്പത്തെ തുടച്ചു നീക്കണം. അത് മാറ്റി വാവൂരിനെ പുനഃസ്ഥാപിക്കണം. നമ്മൾ ഒന്നായി നിൽക്കണം. വാവൂര ക്ഷേത്രം എരുമേലിയിൽ ആദ്യം പണിയാൻ വിശ്വഹിന്ദു പരിഷത്ത് മുന്നിട്ട് വരികയാണ്. അതിന് ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ കൈ അയച്ചുള്ള ധനസഹായം വേണം, അവരുടെ പിന്തുണ വേണം. എല്ലാ രീതിയിലുള്ള ഒരു സഹായവും ഉണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത സീസണിൽ ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് കാണാം എരുമേലിയിൽ ഒരു വാവൂര ക്ഷേത്രം. അതുപോലെ ഓരോ സ്ഥലത്തും ഈ വാവരെന്ന് പറയുന്ന ഈ കള്ള സങ്കല്പത്തെ നമുക്ക് തുടച്ചു മാറ്റണം. കാര്യം ഇത് ഹിന്ദുക്കളുടെ മേൽ കുതിര കയറാനുള്ള ശ്രമമാണ്. അതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. ഈ പറഞ്ഞ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് നമ്മൾ അത് സ്ഥാപിക്കണം. ശബരിമല എന്ന് പറയുന്ന അപൂർവ ആ കാനന ക്ഷേത്രം, ആ കാനന ക്ഷേത്രത്തിന്റെ എല്ലാം പവിത്രതയും നിലനിർത്തിക്കൊണ്ട് ഭഗവാൻ അയ്യപ്പ ദർശനത്തിന് വരുന്നവർക്ക് ഭഗവാനെ കാണണം. അത് ആർക്കും വരാം, ഏത് മതക്കാർക്കും വരാം. അവിടെ മതം ജാതി ഒന്നും പ്രശ്നമല്ല. ഭഗവത് വിശ്വാസിയായിരിക്കണം, അയ്യപ്പ ധർമ്മം വിശ്വസിക്കുന്നതായിരിക്കണം. ആ വിശ്വാസത്തോടെ വരുന്നവർക്ക് കയറാം. അപ്പൊ അതുകൊണ്ട് ഈ വാവൂരൻ എന്ന് പറഞ്ഞ ആ ശിവഭൂതത്തെ നമുക്ക് പുനഃപ്രതിഷ്ഠിക്കണം. വാവരൻ എന്ന് പറയുന്ന കള്ളത്തരത്തെ നമ്മൾ തുടച്ചു മാറ്റണം. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിന് ലോകമെമ്പാടുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ പൂർണ്ണമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. തമ്പി സാർ, നമുക്കറിയാം ഇതില് ഏറ്റവും കൂടുതൽ ഇപ്പോ അങ്ങ് ഇതിന്റെ ഇനി വരാനിരിക്കുന്ന ചുവടുവെപ്പുകൾ എങ്ങനെയാണുള്ളത് കൂടി ഒന്നുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക്, കാരണം ഈ വിഷയത്തിന്റെ ഒരു പ്രാധാന്യം മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇത് വീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ 4 ചാനലിലാണ് ഇത് ഒരേ സമയം ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇതിന്റെ പ്രാധാന്യം അറിയാം. ഈ വൈകിയ വേളയിലും 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയി. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് VHPയുടെ അടുത്ത ഒരു ചുവടുവെപ്പ് എന്ന് കൂടി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. അപ്പോഴേ ചർച്ച പൂർണ്ണമാവൂ എന്ന് തോന്നുന്നു. എങ്ങനെയാണ് സാർ അതുകൂടി പറഞ്ഞു വെക്കാനുള്ളത്? ആദ്യമായിട്ട് ഞാൻ രാമസിംഹൻജിയെ വണങ്ങുന്നു. കാര്യം ഇത്രയും ശക്തമായ നിലപാട് നമ്മുടെ ഹിന്ദുക്കൾ, യഥാർത്ഥ ഹിന്ദുക്കളായി ജനിച്ച് ജീവിച്ച് വന്നവരെടുക്കുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. കാര്യം അദ്ദേഹം പൂർവാശ്രമത്തിൽ ഈ പറഞ്ഞ ഇസ്ലാം മതവിശ്വാസിയായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം ഹിന്ദുവിലേക്ക് വന്ന ആളാണ്. രാമസിംഹൻ എന്ന് പറയുന്ന ഏറ്റവും ഹിന്ദുക്കൾ, ഒരു ഇസ്ലാം മതവിശ്വാസി ഹിന്ദുവായി വന്ന് ഇസ്ലാമികളാൽ കൊല്ലപ്പെട്ടൊരു വ്യക്തിയാണ് രാമസിംഹൻ. ആ രാമസിംഹന്റെ പേര് അദ്ദേഹം സ്വീകരിച്ച് യഥാർത്ഥ ഹിന്ദുവായി മാറിയ ഒരു ആളാണ് അദ്ദേഹം. ഇത്രയും ശക്തമായി എത്ര ഹിന്ദുക്കൾ പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഈ അയ്യപ്പൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ പരദേവതയാണ്. കേരളത്തിന്റെ നിലനിൽപ്പാണ് അയ്യപ്പൻ. അയ്യപ്പന് വേണ്ടിയാണ് ഇവിടെ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഹിന്ദുക്കൾ ഒന്നായി തെരുവിലിറങ്ങിയത്. ആ അയ്യപ്പ വിശ്വാസികളാണ് ഇവിടെ ഉള്ള എല്ലാവരും. കാര്യം ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയ്യപ്പനെ തൊട്ട് കളിച്ചതിന് ശേഷം ഇവിടെ ഈ ഭരണ സംവിധാനത്തിന് സമാധാനമായിട്ട് ഒരു ദിവസം ഭരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ യുവതീ പ്രവേശനത്തിന് മുമ്പ്, അതായത് പ്രളയം, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ. ഇന്നുണ്ടോ? ഇന്നത്തെ ഭരണത്തിൽ ഇന്ന് മുഖ്യമന്ത്രിക്ക് സമാധാനമായിട്ട് ഭരിക്കാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർ തന്നെ അദ്ദേഹത്തെ കാല് വാരുന്ന അവസ്ഥയല്ലേ ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ ചാനലുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അപ്പൊ ഇവിടെ അയ്യപ്പൻ എന്ന് പറയുന്നത് ഈശ്വരൻ മാത്രമല്ല,
നമ്മളോടൊപ്പമുള്ള നമ്മളിൽ ഒരാളായ നമ്മുടെ സഹോദരനാണ്, മകനാണ്, നമ്മുടെ പിതാവാണ്, നമ്മുടെ എല്ലാം എല്ലാമാണ് അയ്യപ്പൻ. എല്ലാം എല്ലാം അയ്യപ്പൻ, എല്ലാത്തിനും പൊരുൾ അയ്യപ്പൻ എന്നാണ്. അതായത് 18 പടികൾ, 18 ശാസ്ത്രങ്ങളാണ്, 18 പുരാണങ്ങളാണ്, 18 മലകളാണ്. അതിന് എല്ലാത്തിനും പൊരുളായ, അത് ധർമ്മശാസ്താവ് ശാസിക്കുന്ന ഒരേ ഒരാളാണ് അയ്യപ്പൻ. ധർമ്മത്തിനെ നിലനിർത്തുന്ന, ശാസിക്കുന്ന, പിടിച്ചു നിർത്തുന്ന എല്ലാത്തിനും പൊരുളായ ആളാണ്. ആ ശബരിമല എന്ന് പറയുന്നത് ഒരു ശിവലിംഗത്തിന് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. അത്രയും പുണ്യ പുരാതന പരിപാവനമായ ഒരു സന്നിധാനമാണ്. അതൊരു കാനന ക്ഷേത്രമാണ്. അതിനെ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചോ അവർക്കെല്ലാം കിട്ടേണ്ടത് കിട്ടിക്കൊണ്ടേയിരിക്കും. അത് കാലാകാലങ്ങളിലായുള്ള സാക്ഷ്യങ്ങളാണ്. അത് ഞാൻ ഓരോന്നിന്റെ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാര്യം പല അവിടുത്തെ തന്ത്രിമുഖ്യന്മാരായാലും, അവിടുത്തെ ദേവസ്വം ബോർഡായാലും, അവിടെ ഉദ്യോഗസ്ഥന്മാരായാലും, ഭക്തന്മാരായാലും ഭഗവാനെ നിന്ദിക്കുന്നവരോ ഭഗവാനിൽ വിശ്വാസമില്ലാതെ ഭഗവാനെ പറ്റിക്കുന്നവരോ കാലാകാലങ്ങളിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഈ കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിൽ തെളിയിക്കപ്പെട്ടതാണ് വാവർ എന്നൊരു സങ്കല്പമില്ല. വാപുരനാണ്, ശിവഭൂതമാണ്. വാവർ എന്ന് പറയുന്ന അതിനെ ആ ശബരിമല സന്നിധാനത്ത് നിന്ന് പൊളിച്ചു മാറ്റണം എന്ന് കഴിഞ്ഞ 3 ദേവപ്രശ്നങ്ങളിൽ തെളിഞ്ഞെങ്കിലും ഇന്നത്തെ നട്ടലില്ലാത്ത ഈ ദേവസ്വം ബോർഡ് അതിന് തയ്യാറായിട്ടില്ല. ഈ ദേവസ്വം ബോർഡ് ഇവിടെ ഭസ്മക്കുളത്തെ പൊളിച്ചു മാറ്റാൻ പോകുന്നു. അത് ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഭസ്മക്കുളത്തെ പൊളിച്ച് എവിടെയാ കൊണ്ടുപോകാൻ പോകുന്നത്? അവിടെ ശബരി ഗസ്റ്റ് ഹൗസിന് മുമ്പിലുള്ള പഴയ തേങ്ങ ഒരു കളമുണ്ട്, ആ കളത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന എന്തുകൊണ്ട് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ ആ വാവരുടെ സന്നിധാനം പൊളിച്ച് ദൂരെ കളയുന്നില്ല? ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ തന്ത്രിക്കും മേൽശാന്തിക്കും എല്ലാ സ്ഥലത്തും കാണിക്ക വെഞ്ചി വെച്ച് അതെല്ലാം ശബരിമല ദേവസ്വം ബോർഡ് കട്ടുമുടിക്കുമ്പോ വാവര നടയിൽ വെച്ചിരിക്കുന്ന കാണിക്ക വഞ്ചിയിലെ ഒരു പൈസ എടുക്കാനുള്ള ധൈര്യം ചെങ്കൂറ്റൻ ദേവസ്വം ബോർഡിനുണ്ടോ? അത് മൊത്തം വാവര അവര് തൂത്തുവാരിക്കൊണ്ട് പോവല്ലേ? അപ്പം ഇത് ബൈജി, ഇത് മലയാളത്തിൽ മാത്രമല്ല, ഇതെല്ലാ ഭാഷകളിലും, എല്ലാ അതായത് സൗത്ത് ഇന്ത്യൻ ഭാഷകളിലും, തമിഴിലും, തെലുങ്കിലും, കന്നഡയിലും, ഹിന്ദിയിലും മറ്റെല്ലാ ഭാഷകളിലും ഇത് വരണം. കാര്യം ഇത് വ്യക്തമാകണം. കാര്യം ഇത് പറ്റിക്കപ്പെടുകയാണ്. ഹിന്ദുക്കൾ കാലാകാലങ്ങളായി പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും തിരിച്ചറിയുക, വാവരെന്ന് പറഞ്ഞ സംഭവമില്ല. എരുമേലി പോവുക, നിങ്ങൾ അവിടെ കൊച്ചു ക്ഷേത്രത്തിൽ തൊഴുക, അല്ലെങ്കിൽ വലിയ ക്ഷേത്രത്തിൽ തൊഴുക, അവിടെ പേട്ട തൊഴുക. ഒരിക്കലും നിങ്ങൾ വാവര് പള്ളിയിൽ കയറരുത്. കാര്യം വായൂർ പള്ളിയിൽ നിങ്ങൾക്ക് അകത്ത് കയറാൻ കഴിയുമോ? നിങ്ങൾ പുറത്തു നിന്ന് അവിടെ കാണിക്ക ഇട്ടിട്ട് വരണം. നിങ്ങൾക്ക് അകത്ത് കയറാൻ പറ്റുമോ? നേരത്തെ രാമസിംഹൻജി ചോദിച്ചതുപോലെ അയ്യപ്പന്റെ പടം അവിടെ വെക്കുമോ? അതുപോലെ ശബരിമലയില് വാവര സ്ഥാനത്ത് പണ്ടൊരു ഖബർ ഉണ്ടാക്കി വെച്ചു. ഇപ്പൊ അതില്ലെന്ന് തോന്നുന്നു. നാളെ രാമസിംഹൻജി പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ്. നാളെ അയ്യപ്പന്റെ അസിസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ വാവരെന്നുള്ളത് മാറി വാവരുടെ ഒരു വെറും ഒരു പിണിയാളാണ് അയ്യപ്പൻ എന്ന് നാളെ മാറ്റും. അത് മാറ്റാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കൂടെ നിൽക്കും. അതോടുകൂടി ഹിന്ദു സമാജം കേരളത്തിൽ തകരും. കേരളം യഥാർത്ഥ കേരളമായി മാറും. ഇനിയെങ്കിലും ഹിന്ദുക്കളായി ജനിച്ചവർക്ക്, ഇന്നും ഹിന്ദുക്കളായി ജീവിക്കുന്നവർക്ക് ഹിന്ദുക്കളായി മരിക്കണമെന്നും നാളെ ഹിന്ദു സമാജം ഇവിടെ നിലനിൽക്കണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാവൽ എന്നുള്ള സങ്കല്പത്തെ എടുത്ത് ചവറ്റുപുടയിൽ കളയൂ. കയറരുത്, വാവർ പള്ളി കയറരുത്. വാവർ സ്ഥാനത്ത് പോയി ദർശനം നടത്തരുത്. നിങ്ങൾ ശബരിമലയിൽ പോകുന്നത് എരുമേലി വഴി വരികയാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ ചെറിയമ്പലത്തിൽ കയറൂ, വലിയമ്പലത്തിൽ കയറൂ, പേട്ട തുള്ളൂ. നേരെ നിങ്ങൾ കാനനപാത വഴി വരികയാണെങ്കിൽ അവിടെ 18 ക്ഷേത്രങ്ങളുണ്ട്, പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളുണ്ട്, ശിവക്ഷേത്രങ്ങളുണ്ട്, കാളകെട്ടി ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തൂ. കാനനപാതയിലൂടെ പമ്പയിലെത്തൂ. പമ്പ വിളക്കും പമ്പാ സദ്യയും എല്ലാത്തിനും പങ്കുകൊണ്ട് ശബരിമലയിൽ എത്തുക, ദർശനം നടത്തുക, മടങ്ങുക. അതുവഴിയല്ല പമ്പ വഴിയാണ് വഴിയെങ്കിൽ പമ്പ വഴി വരിക. അയ്യപ്പസ്വാമിയെ നേരെ പടി കയറി 18-ാം പടി കയറി തൊഴുക. ആ വാവര സംഭവം തന്നെ 18-ാം പടിക്ക് താഴെ വലതുവശത്ത് ഇരിപ്പുണ്ട്. അതിനെ തൃണവൽക്കരിക്കുക, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതിരിക്കുക. തൊഴുക, ദർശനം നടത്തുക. പറ്റുമെങ്കിൽ 18-ാം പടി കയറുന്നതിന് മുമ്പായിട്ട് വാവുരനെ മനസ്സാലൊന്ന് സങ്കല്പിക്കുക. അവിടെ വലതുവശത്ത് കറുപ്പായിയമ്മയുണ്ട്, കറുപ്പസ്വാമിയുണ്ട്, കടുത്തസ്വാമിയുണ്ട്. അവരെല്ലാം തൊഴുന്ന കൂട്ടത്തിൽ വാവുരൻ എന്ന് പറയുന്ന ശിവഭൂതത്തെ മനസ്സാലൊന്ന് സങ്കല്പിക്കുക. 18-ാം പടി ചവിട്ടുക, ദർശനം നടത്തുക.
ഭഗവാൻ അനുഗ്രഹം വാങ്ങിക്കുക, തിരിച്ച് വീട്ടിലെത്തുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാനുണ്ട്. ശബരിമല അയ്യപ്പസ്വാമി ദർശനം. ഒരുപാട് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്, എല്ലാം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ്. ശബരിമല മാത്രമാണ് യഥാർത്ഥ അയ്യപ്പ ക്ഷേത്രം. കാര്യം ധർമ്മശാസ്താവിനെ പണ്ട് പരശുരാമനാൽ പ്രതിഷ്ഠിതമായ ക്ഷേത്രമാണ് ശബരിമല. അവിടെ ആ 18-ാം പടിയും ആ ക്ഷേത്രവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാക്ഷാൽ അഗസ്ത്യമുനിയാണ്. ആ ക്ഷേത്രത്തിനെ 3ാമത്തെ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. ആദ്യത്തെ വിഗ്രഹം, അതായത് അഗസ്ത്യമുനി നിർമ്മിച്ച വിഗ്രഹം എന്ന് പറയുന്നത്, അത് നവഭാഷണത്തിലുണ്ടാക്കിയ ശാസ്ത്ര വിഗ്രഹമാണ്. അതിനെ ഉദയൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ തകർത്തു. ആ ഉദയനെ നശിപ്പിച്ചാണ് സാക്ഷാൽ പന്തള രാജാവ് അയ്യപ്പസ്വാമി അവിടെ ശബരിമല ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്ത് ഭഗവാൻ അവിടെ ജീവസമാധിയായതാണ്. അവിടുത്തെ ആ മണിമണ്ഡപം എന്ന് പറയുന്ന സ്ഥലത്താണ് സാക്ഷാൽ അയ്യപ്പസ്വാമി ജീവസമാധിയായതാണ്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം 3 ശ്രീചക്രങ്ങളാണ് അവിടെ ഉള്ളത്. 18-ാം പടിയിലെ താഴെ ഒരു ശ്രീചക്രമുണ്ട്, അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയ്ക്ക് താഴെ ഒരു ശ്രീചക്രമുണ്ട്, അതുപോലെ ആ മണിമണ്ഡപത്തിലും ഒരു ശ്രീചക്രമുണ്ട്. 3 ശ്രീചക്രങ്ങൾ കുടികൊള്ളുന്ന സ്ഥലമാണ് ശബരിമല. ഭഗവാൻ അയ്യപ്പൻ അവിടെ ജീവസമാധിയായതാണ്. അദ്ദേഹം പ്രതിഷ്ഠിച്ച വിഗ്രഹമാണ് 1950 കാലഘട്ടത്തിൽ ചില സാമൂഹ്യ ദ്രോഹികൾ ചേർന്നതിനെ നശിപ്പിച്ച് ക്ഷേത്രം തീയിട്ടത്. അത് കഴിഞ്ഞ് 3ാമത്തെ അയ്യപ്പ വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത്. അവിടെ അയ്യപ്പ സ്വാമിയും ധർമ്മശാസ്താവും ഒന്നിച്ചു ചേരുന്ന സ്ഥലമാണ്. അതായത് നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും ധർമ്മശാസ്താവിന്റെ യഥാർത്ഥ പറഞ്ഞ ആ ഒരു സന്യാസ രൂപത്തിലുള്ള ആ രൂപവും ചേരുന്ന ഏറ്റവും പരമ പവിത്രമായ സ്ഥലമാണ് ശബരിമല. ആ ശബരിമലയിൽ എത്തുമ്പോൾ നിങ്ങൾ ആ പവിത്രത പാലിക്കണം. 41 ദിവസം കൃത്യമായി വ്രതം അനുഷ്ഠിക്കണം. മണ്ഡല വ്രതം അനുഷ്ഠിച്ച് വന്നാൽ മാത്രമേ നിങ്ങൾ അയ്യപ്പനാവുള്ളൂ. അപ്പോഴേ തത്വമസിക്ക് അർത്ഥമുള്ളൂ. ഞാനും അയ്യപ്പൻ, നീയും അയ്യപ്പൻ, എല്ലാം അയ്യപ്പൻ എന്ന് പറയണമെങ്കിൽ ഞാൻ അയ്യപ്പനാവാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ തയ്യാറാകണം. ആ തയ്യാറാകാതെ വന്നാൽ അത് ശബരിമല ദർശനമാകില്ല. അത് പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഇരിക്കും. ശബരിമല എത്തണമെങ്കിൽ വ്രതധാരികളായിരിക്കണം, വ്രതാനുഷ്ഠാനത്തോടെ വരണം. ഇന്ന് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ശബരിമല വ്രതാനുഷ്ഠാനത്തോടെ വരുന്ന പല ആൾക്കാരും കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്ന് വരുന്ന ആൾക്കാരെ ശബരിമല മണ്ഡലകാലത്തിന് മുമ്പ് പല ഹോട്ടലുകളും പല പേരുകളിലുമുള്ള ഹോട്ടലുകൾ മണ്ഡലകാലമായാൽ പേരുകൾ മാറും. അയ്യപ്പ സ്വാമി അല്ലെങ്കിൽ സ്വാമി ശരണം പടം വയ്ക്കും, അവിടെ പലതും ചെയ്യും. ഇവിടെ എല്ലാം നടക്കുന്ന കള്ളത്തരമാണ്. അയ്യപ്പ സ്വാമിയെ ദർശിക്കാൻ വരുന്ന പാവം സ്വാമി ഭക്തന്മാരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ദൃക്സാക്ഷിയാണ്. അവിടെ ഒരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തന്മാർക്ക് ഇവിടെ വെജിറ്റേറിയൻ കഞ്ഞിയും പയറും അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ അകത്ത് ആ അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുവരുന്ന ട്രാൻസ്പോർട്ട് ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും അകത്തിരുന്ന് നോൺ വെജ് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നോൺ വെജ് ചേർന്ന ഭക്ഷണങ്ങൾ കൊടുക്കുന്ന പല ഹോട്ടലുകളുമുണ്ട്. വഞ്ചിക്കപ്പെടാതിരിക്കുക. ഇവിടെ ഇപ്പോ നമ്മുടെ UP-യിലെ യോഗി ആദിത്യനാഥ് അവിടെ നടന്ന ഒരു തീർത്ഥയാത്ര സമയത്ത് ഒരു നിയമം കൊണ്ടുവന്നു. എല്ലാ ഹോട്ടലുകളിലും ആ ഹോട്ടലുകളുടെ ഉടമസ്ഥന്റെയും അവിടെ പ്രവർത്തിക്കുന്നവരുടെയും പേരുകൾ പ്രദർശിപ്പിക്കണമെന്ന്. ചില ആൾക്കാർ ചേർന്ന് സുപ്രീം കോടതിയിൽ പോയി അതിന് സ്റ്റേ വാങ്ങിച്ചു. അപ്പോ യോഗി കാണിച്ചൊരു ബുദ്ധി, അദ്ദേഹം പറഞ്ഞ എന്താ, വെക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വെച്ചാൽ മതി, നിങ്ങൾ ഇഷ്ടമുള്ളവർ വെക്കൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ പേരുകൾ എഴുതി വെച്ച ഹോട്ടലിൽ മാത്രം നിങ്ങൾ കയറിയാ മതി. അപ്പൊ മനസ്സിലായല്ലോ അതിന്റെ തത്വം. ആ പേര് എഴുതി വെക്കാൻ ധൈര്യപ്പെടുന്നവൻ, ആ പേരെഴുതി വെക്കാൻ പറ്റുന്നവൻ ഹിന്ദുക്കളായിരിക്കും. അതുപോലെ വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നു, കേരളത്തിലേക്ക് വരുന്ന അയ്യപ്പ വിശ്വാസികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഹോട്ടലുകളിൽ സ്വന്തം പേരും അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെയും പേരും എഴുതി വയ്ക്കൂ, വലുതായി എഴുതി വയ്ക്കൂ. ആ എഴുതി വെച്ച ഹോട്ടലുകളിൽ മാത്രം അയ്യപ്പ ഭക്തർ കയറൂ, വഞ്ചിതരാകാതിരിക്കൂ. അതുപോലെ ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടുന്ന പരിവാർ സംഘടനകൾ മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. പമ്പയ്ക്ക് മുകളിൽ ഹോട്ടലുകൾ പാടില്ല. അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് ഭക്ഷണം കൊടുക്കാൻ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥരാണ്. അവർക്ക് പറ്റില്ലെങ്കിൽ പറയൂ, ഞങ്ങൾ ഉൾപ്പെടുന്ന ഹൈന്ദവ സംഘടനകൾ തയ്യാറാണ്, സൗജന്യമായി ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സൗജന്യമായി വിരിവയ്ക്കാൻ സൗകര്യം കൊടുക്കണം, ധർമ്മ സ്ഥലങ്ങൾ കൊടുക്കണം. അവിടെ അയ്യപ്പന്മാരെ കത്തിവെക്കുകയല്ലേ, 1500, 2500 രൂപ ചാർജ് ചെയ്യാണ്. അവിടെ ഫ്രീ ആക്കണം. അവിടെ സൗജന്യമായി വിരിവയ്ക്കാനുള്ള സൗകര്യം കൊടുക്കണം.
അതുപോലെ തന്നെ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് KSRTCക്ക് ഇവരുടെ നഷ്ടം നികത്താൻ വേണ്ടിയാണോ അയ്യപ്പ ഭക്തരെ കൊള്ളയടിക്കുന്നത്? ഇവിടെ VSP നേരത്തെ പറഞ്ഞു ഞങ്ങൾ സൗജന്യമായിട്ട് നിലയ്ക്കൽ മുതൽ അയ്യപ്പന്മാരെ പമ്പയിൽ എത്തിക്കാമെന്ന്. അപ്പം അത് ദേവസ്വം ബോർഡും കേരള ഗവൺമെന്റും നമ്മൾ അപേക്ഷ കൊടുത്തു, അത് ചവിട്ടുകൊട്ടയിൽ കളഞ്ഞു. ഹൈക്കോടതിയിൽ ഞങ്ങൾ റിട്ട് കൊടുത്തു, ആ റിട്ടും ഉദ്ദേശിക്കുന്ന രീതിയിൽ എഫക്റ്റീവ് ആയില്ല. ഞങ്ങളിപ്പോ സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പറയുന്ന തിരുപ്പതി മോഡൽ, തിരുപ്പതിയിൽ നിങ്ങൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗജന്യമായി തിരുമല എത്തി ഭഗവത് ദർശനം നടത്താം. അതുപോലെ ദേവസ്വം ബോർഡ് ചെയ്യേണ്ടതാണ് നിലയ്ക്കൽ മുതൽ പമ്പ വരെ അയ്യപ്പ ഭക്തരെ സൗജന്യമായി എത്തിക്കുക എന്നുള്ളത്. KSRTC കൊള്ളയടിക്കാനുള്ള സ്ഥലമല്ല ശബരിമല. അയ്യപ്പ ഭക്തർ നേരത്തെ രാമസിംഹജി പറഞ്ഞതുപോലെ മക്കയിൽ പോകുന്നവരെ താങ്ങിയെടുത്ത് ചന്തി താങ്ങി കൊണ്ടുപോയി എയർപോർട്ടിൽ കൊണ്ട് കയറ്റി വിടുന്നത് പോലെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ അയ്യപ്പ ഭക്തന്മാരെ കൊള്ളയടിക്കുകയാണ്, ചവിട്ടി തള്ളി വണ്ടി കയറ്റുകയാണ്. അത് നിൽക്കണം. അയ്യപ്പ ഭക്തർ ഇവിടെ ഹിന്ദുക്കൾ ഒന്നാവണം. അതിനുള്ള ആർജവത്തോടെ ഹിന്ദുക്കൾ മുന്നോട്ട് വരണം. എന്തായാലും വളരെ സാർത്ഥകമായ ഒരു ചർച്ചയായിരുന്നു ഇന്ന്. ഇത് സംഘടിപ്പിച്ച ശ്രീ ബൈജുവിനും ഈ ന്യൂസ് കഫേ ചാനലിനും VSPയുടെ പേരിലും എന്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. എല്ലാവരും ദയവായി ഇത് കാണുക, ഇതോടൊപ്പം നിൽക്കുക, നമ്മൾ തിരിച്ചറിയുക. സ്വാമിയേ ശരണമയ്യപ്പ.